എന്നെ കാണാൻ Sir, പൊട്ടനെ പോലെ തോന്നുന്നു. അച്ഛൻ പോയി ഹസ്ബൻഡ് ക്യാമറയിൽ എടുത്തിട്ട് ഇങ്ങനെ വരും. ഒന്നും പറയാൻ അഞ്ച് പറ്റില്ല. മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഓർഡർ പറ്റില്ലേ? വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. Sir, ഞാൻ wait ചെയ്യാം. ഒരു 5 മിനിറ്റ് Sir. മതി. Sir, ഓർഡർ വരെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നിങ്ങളത് നോക്കിക്കേ. Sir, അച്ഛൻ വരുന്നുണ്ട് സാർ, ഞാൻ പറഞ്ഞതല്ലേ. എന്താ പ്രശ്നം? സാർ നിന്നും കൊണ്ടിരുന്ന വണ്ടിയിൽ വന്നിടിച്ചു സാർ. സാർ ഞങ്ങളുടെ അടുത്താ തെറ്റ്. എയർപോർട്ടിൽ പോകുന്ന അർജൻസിയിൽ അച്ഛൻ അടിച്ചതാ. അതെ സാർ, ഒരു 5 മിനിറ്റ്. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പേപ്പർ ചോദിച്ചു, അച്ഛൻ എടുക്കാൻ പോയിരിക്കുക. സാർ 1 മണിക്കൂറായിട്ട് ഇതന്നെ പറയുന്നത് സാർ. എനിക്ക് എയർപോർട്ട് പോകണം, ഫ്ലൈറ്റ് ഉണ്ട്. അവര് പോട്ടെ, ഞാൻ വേണമെങ്കിൽ ഇരിക്കാം സാർ. And she moved to US. സാറേ അത് US അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയിരിക്കുന്നതാണ്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ട് പോ. ശരി സാർ. വണ്ടി എടുക്ക്. ആ ലെഫ്റ്റിലൊന്ന് നിർത്തിയേ. ഇത് എയർപോർട്ട് മാനിഫെസ്റ്റോ. ലാസ്റ്റ് 3 months മിഥുന്റെ അമ്മ ജയന്തി മേനോന്റെ നെയിം ഉണ്ടോന്ന് നോക്കി. ഓക്കെ സർ. മിഥുന്റെ അവന്റെ അമ്മയുടെയും കോൾ ഹിസ്റ്ററി മെസ്സേജസ് എല്ലാം ട്രേസ് ചെയ്യാൻ പറഞ്ഞില്ലേ, എന്തായി? ഇപ്പൊ 3 monthsന്റെ ഡീറ്റെയിൽസ് ഉണ്ട് സർ. ആവറേജ് ആയിട്ട് വീക്ക്ലി 2 to 3 times ആണ് കോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ മെസ്സേജസ് നോക്കിയപ്പോ എമൗണ്ട് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് മാത്രം ഉണ്ടായിരുന്നത്. എയർപോർട്ട് മാനിഫെസ്റ്റോ എന്തായി? എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട് സർ. നിങ്ങൾ ചോദിച്ചതുപോലെ മിഥുന്റെ അമ്മ ജയന്തി മേനോൻ റീസെന്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല സർ. ശരിക്കും പറഞ്ഞാൽ അവർ വന്നിട്ട് 2 years ആയി. ഓക്കെ, ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുകൊണ്ട് ഒരു ഓർഡർ ആയിക്കൂടാ? മിഥുനന്റെ ഫോണിൽ നിന്ന് അവന്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. മെസ്സേജ് കണ്ട അവന്റെ അമ്മ അവൻ ചോദിച്ച എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു, എപ്പോഴും പോലെ. ആ എമൗണ്ട് ഒരു അൺനോൺ പേഴ്സൺ മണി ട്രാൻസ്ഫർ ചെയ്യുന്ന എടുത്തിരിക്കുന്നു. അത് ആര് വേണമെങ്കിലായിരിക്കാം. നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, നോ യൂസ്. പക്ഷെ ഇപ്പൊ നമുക്ക് അവനെ ആവശ്യമില്ല. ആ പണം അവിടുന്ന് പ്രശാന്ത് കൊറിയർ മുഖേന അശോകിന്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. സർ മണി ട്രാൻസ്ഫർ കൊല ചെയ്യാൻ അഡ്വാൻസ് വാങ്ങിച്ച അശോക് തന്റെ മകളുടെ ഓപ്പറേഷന്റെ ഇനീഷ്യൽ എമൗണ്ട് പേ ചെയ്തിരിക്കുന്നു. ഇപ്പൊ അവന് ബാലൻസ് എമൗണ്ട് വേണം. അതുകൊണ്ട് ഇയലിനെ കൊന്നു. പറയൂ. സാറേ മണി ട്രാൻസ്ഫറിൽ പണം വാങ്ങിച്ച ആളെ പോലും വിട്ടേക്കാം. പക്ഷെ പ്രശാന്തിന്റെ കയ്യിൽ കൊറിയർ എങ്ങനെ എത്തിയത്? ആരയച്ചതായിരിക്കും? എനിക്കൊരാളുടെ മേലെ ഡൗട്ടുണ്ട്. കുറച്ചു നേരത്തിൽ ഞാനത് ക്ലിയർ ചെയ്യാം. ഇപ്പൊ നമ്മുടെ അടുത്ത് 2 പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ നമുക്ക് ആരാന്ന് പോലും അറിയാത്ത, നമ്മൾ ഇതുവരെ മീറ്റ് ചെയ്യാത്ത ഒരു പേഴ്സണെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മിഥുൻ വളരെ ക്ലവറായിട്ട് പ്ലാൻ ചെയ്ത് നമ്മളെല്ലാവരും മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. ഈ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം ഒരാൾക്ക് മാത്രമേ അറിയൂ. പ്രശാന്ത് വെറും ഒരു ടൂള് മാത്രമാണ്. അവന് പോലും അറിയാതെ അവനെ ആരോ അതിൽ സെറ്റ് ചെയ്ത് വിട്ടിരിക്കുക. അവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചാൽ തീർച്ചയായിട്ടും ഈ കേസിൽ ഒരു ക്ലൂ കിട്ടുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഏത് റൂമാണ്? സർ നമ്പർ 12 സർ. ഡോക്ടർ പ്രശാന്ത് എന്നുള്ള പേഷ്യന്റ് എവിടെയാണ്? ആ ഒന്ന് സുമേഷ്, അവനെ പിടിക്കേ. വിട്ടേക്ക് സുമേഷ്. ഇയൽ എന്നെ വളരെ സ്നേഹിച്ചിരുന്നു. അവളെ സംബന്ധിച്ച് അവളെ ഞാൻ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞാനും അവളെ സ്നേഹിച്ചിരുന്നു വല്ലാതെ. ഐ ലവ്ഡ് ഹർ ഇൻ മൈ ഓൺ വേ. പക്ഷേ ഇവൻ ഇപ്പൊ ജീവനോടില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഇയാളിന്റെ വീട്ടിലേക്ക് പോയാൽ അവൾ ഉണ്ടാവില്ല. ഇനി എപ്പോഴും ഉണ്ടാവില്ല. മിഥുൻ, മതി മിഥുൻ, മതി. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് അറിയുന്നത് രണ്ടുപേർക്കും മാത്രമാണ്. ഒന്ന് നീ,
മറ്റൊരാൾ ഞാൻ. എന്തായാലും നീ ഇനി സത്യം പറയില്ല. ശരി, ഞാൻ തന്നെ പറഞ്ഞേക്കാം. അപ്പോഴെങ്കിലും നീ സത്യം സമ്മതിക്കാൻ നോക്കാലോ. നിന്റെ അമ്മയോട് നീ പണം ചോദിച്ചു. ആ പണം വേറൊരാളെ വെച്ച് പ്രശാന്ത് ജോലി ചെയ്യുന്ന കൊറിയർ മുഖേന നീ അശോകിന്റെ അടുത്തേക്ക് അയച്ചു. എന്ത് പ്ലാനിങ് ആടാ. പക്ഷെ ആ കൊറിയർ അയച്ച റെസിപ്റ്റ് നീ വീട്ടിൽ തന്നെ ഇട്ടു. നീ പ്ലാൻ ചെയ്ത പോലെ തന്നെ കൊലപാതകവും നടന്നു. അപ്പൊ നിനക്കൊരു ഡൗട്ട്, ഒരുപക്ഷെ പ്രശാന്ത് ഇതൊക്കെ അറിഞ്ഞു കാണുമെന്ന്. അതുകൊണ്ട് നീ ഇപ്പൊ അവനെയും കൊന്നു. ഇപ്പൊ നിന്റെ റൂട്ട് ക്ലിയർ ആയല്ലേ? കേറ്റടാ കേറ്റടാ അവനെ വണ്ടിക്കത്ത്. റാസ്കൽ. മാറിയിരിക്കേ. എൻഡ് ഓഫ് ദ ഡേ എല്ലാം തകിടം മറിഞ്ഞു പോയല്ലോ സർ. സാറുടെ ഐഡിയോളജിയും കൂടിയാ പറയുന്നത്. ഇന്ന് മോർണിംഗ് അല്ലേ പറഞ്ഞത് ശരിക്കുള്ള കില്ലറിനെ പിടിക്കാൻ ടൈം എടുക്കുമെന്ന്. പക്ഷെ പറഞ്ഞ ദിവസത്തിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അല്ലേ സർ? അച്ഛാ, അമ്മ എപ്പോ വീട്ടില് വരും? ദേ ഇപ്പൊ വരൂടാ. എവിടെ പോയിക്കാ? അറിയുന്നില്ലല്ലോ. അച്ഛനോടൊന്നും പറഞ്ഞില്ല. അമ്മ വന്നത് നമുക്ക് ചോദിക്കാട്ടോ. അച്ഛാ, MRP എന്താ? മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതായത് ഒരു സാധനത്തിന്റെ വിൽപ്പന വില. മോളെ, നീ ഇതെന്താ വീണ്ടും വീണ്ടും എണ്ണിക്കൊണ്ടിരിക്കുന്നേ? ഇല്ല അച്ഛാ, ഇത് 96 പേജുള്ള എടുത്തിരിക്കുന്നേ. പക്ഷെ ഞാൻ കൗണ്ട് ചെയ്തപ്പോ 92 പേജസ് ആണ് അച്ഛാ. അപ്പോ നമ്മളെ അവരെ പറ്റിച്ചോ? അങ്ങനെയല്ലേ മോളെ, ഇങ്ങതാ 96 പേജസ് ഇട്ടിട്ടില്ലേ? ടോട്ടൽ പേജസ് ഇൻക്ലൂഡ് ഇൻഡെക്സ് ആൻഡ് പ്രിന്റഡ് ഇൻഫർമേഷൻ എന്ന് വെച്ചാ കൗണ്ട് ചെയ്യുമ്പോ ഈ ഫ്രണ്ട് കാർഡും